മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രനെയും കൊണ്ട് വൈജയന്തി മുകളിലേക്ക് ബാലചന്ദ്രനെ പരിചയപ്പെടാൻ വേണ്ടി കയറി പോവാണ്. ആ സമയത്ത് രോഹിത് പടിയിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, ആരാ അമ്മ ഇത്? ഇത് പുതിയ ഹോം നേഴ്സാന്ന് പറയും. ആണോ? അമ്മ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ കൊല്ലപ്പള്ളിയിൽ. ആ ശരി, ഞാൻ പുറത്ത് പോട്ടെ. ആ പോകാം, പോയിട്ട് വാന്ന് പറയും. അങ്ങനെ മകൻ പോകും. അമ്മ കോണിപ്പടി കയറി മുകളിലേക്ക് ഹോം നേഴ്സിനെ കൊണ്ടുപോകണം. അപ്പോൾ ബാലേന്ദ്രൻ അവിടെ ഇങ്ങനെ കിടക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് വാതിൽമ മുട്ടും. ആരെന്ന് അറിയില്ലെങ്കിലും കമോൺ ഇങ്ങനെ പറയുന്നുണ്ട്, യെസ് കമ്മിങ് എന്ന് പറയും. അങ്ങനെ വാതിൽ തുറന്ന് വൈജയന്തി വരും. ബാലചന്ദ്രൻ ഇങ്ങനെ എന്താണെന്ന് ചോദിക്കില്ല, എന്താണെന്ന അർത്ഥത്തിൽ വൈജയന്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ സുമിത്രയോട് പറയണ്ടേ കയറി വാ എന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് സുമിത്രയും കൂടി കയറി വരുന്നു. ഇത് അമ്മനെ നോക്കാൻ വന്ന പുതിയ ഹോം നേഴ്സാണ്. ബാലേന്ദ്രൻ ആയിക്കോട്ടെ എന്ന് പറയും. ബാലേന്ദ്രൻ്റെ കാര്യങ്ങളും ഇനി ഇവള് നോക്കിക്കോളും, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവളോട് പറഞ്ഞാൽ മതി, ഇവളെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്ന് പറയും. ബാലേന്ദ്രൻ ഓ ശരി എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ ഒരു ഫോണൊക്കെ എടുത്ത് ആർക്കൊണ്ട് വിളിച്ച് പൈസ ഒക്കെ ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്യാനൊക്കെ പറയും. അതിനുശേഷം വൈജയന്തി പറയും ഞങ്ങൾ താഴേക്ക് പോകണമെന്ന് പറയും. ഓ ശരി ശരി എന്ന് പറഞ്ഞു ബാലേന്ദ്രൻ പരിഹാസത്തോടെ പറയും. വൈജയന്തി അവളെയും കൊണ്ട് താഴത്തേക്ക് പോകും. പകുതി എത്തുമ്പോൾ തന്നെ ഹോം നേഴ്സ് പറയും, മതി പരിചയപ്പെട്ടത്, എനിക്ക് വിശന്നിട്ട് പാടില്ല, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താന്ന് പറയും. ആ നീ വാ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഹോം നേഴ്സിനെ കൊണ്ടുപോകാൻ പോണ്. അപ്പോൾ അലീനല്ലല്ലോ പുതിയ ഹോം നേഴ്സ്. ആ സമയത്ത് വൈജയന്തിയോട് പറയുന്നുണ്ടേ, വൈജയന്തി പറയുമ്പോൾ അടുക്കളയിൽ സൗകര്യം ഉണ്ടെന്ന് പറയും. അടുക്കളയിലേക്കൊന്നും എന്നെ കിട്ടില്ല, ഞാൻ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിച്ചോണ്ട്, ഞാൻ വീട്ടു ജോലിക്കാരിയൊന്നും അല്ല എന്ന് പറയും. ഹോം നേഴ്സിന് പല ആൾക്കാരും എന്നെ വീട്ടു ജോലിക്കാരിയാക്കാൻ നോക്കിയിട്ടുണ്ട്, അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറയും. അപ്പോൾ വൈജയന്തിക്ക് എനിക്ക് കട്ടി കിട്ടിയ പോലെ ആണ്. കാരണം നമ്മുടെ അലീനെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, അലീനയ്ക്ക് അടുക്കളയിലുള്ള ഭക്ഷണം. അപ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തിരുന്ന് കഴിച്ചോ സുമിത്രേ എന്ന് വൈജയന്തി പറയും. വൈജയന്തി ഇങ്ങനെ പല്ല് കടിക്കുന്നുണ്ടെങ്കിലും ഒരു നിവർത്തിയില്ലല്ലോ. അലീനെ പറഞ്ഞയക്കണമെങ്കിൽ ഇവളിവിടെ വേണമല്ലോ. അതുകൊണ്ട് അലീനോട് അറിയും, നോക്കിക്കാതെ അവൾക്ക് ഭക്ഷണം എടുത്തുണ്ടാടി എന്ന് പറയും. അങ്ങനെ ഭക്ഷണം പുട്ടും മുട്ടക്കറിയും ഒക്കെ എടുക്കണ്. എന്നിട്ട് കുറേ പുട്ടും കുറേ മുട്ടക്കറിയൊക്കെ എടുത്തങ്ങോട്ട് വിളമ്പി ഇങ്ങനെ കൂത്തി ഞെരിച്ച് ഇങ്ങനെ കഴിക്കിന്. ചേച്ചിക്ക് ചായ കാപ്പിയോ? ചേച്ചിയോ? ആരുടെ ചേച്ചി? നിന്നേക്കാൾ 1-2 വയസ്സിന് മുപ്പുണ്ടാവുള്ളൂ, ഞാൻ പേര് വിളിച്ചാൽ മതി എന്ന് പറയും. സോറി എന്ന് പറയും. ചായ എടുക്കും. അപ്പോൾ വൈജയന്തിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ബാലേന്ദ്രൻ മുകളിൽ നിന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പതുക്കനെ താഴത്തേക്ക് ഇറങ്ങി വരുന്നു. സുമിത്ര ഇങ്ങനെ വെട്ടി വിഴുങ്ങണം. അപ്പോൾ ബാലേന്ദ്രൻ വരുമ്പോൾ സുമിത്ര ഇങ്ങനെ എഴുന്നേൽക്കും. വേണ്ട അവിടെ ഇരുന്ന് കഴിച്ചോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കും, സാർ എന്തിനാ താഴത്തേക്ക് ഇറങ്ങുന്നത്? സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പോരായിരുന്നു എന്ന് പറയും. അത് കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് സുമിത്ര എഴുന്നേൽക്കും. അപ്പോൾ പ്ലേറ്റ് ഒന്നും എടുക്കില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വൈജയന്തി പറയുന്നത്, ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് വെച്ച് കഴുകടി എന്ന് പറയും. അലീന ആ പ്ലേറ്റ് അവിടെ വയ്ക്കുക എന്ന് പറയും. അങ്ങനെ അലീന ആ പ്ലേറ്റ് താഴ്ത്ത് വയ്ക്കും. അപ്പോൾ ബാലേന്ദ്രൻ, സുമിത്രേ ഇത് നിങ്ങൾ കഴിച്ച പ്ലേറ്റ് അല്ലേ, ഇത് നിങ്ങളല്ലേ എടുത്ത് കഴിക്കേണ്ടതെന്ന് പറയും. ഓ ശരിയാന്ന് പറയും. ഞാൻ കഴിക്കോളാം സാറേ, ഞാൻ കഴിച്ച പ്ലേറ്റ് ഞാൻ കഴിക്കോളാം എന്ന് പറയും. സുമിത്ര അപ്പോൾ അലീനോട് ചോദിക്കുന്ന അടുക്കള കാണിച്ചു തരാനൊക്കെ പറയും. അങ്ങനെ അടുക്കളയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ പോകുകയാണ്. പിന്നെ കാണിക്കുന്നത് സുമിത്ര ഹാളിലേക്കൊക്കെ വരും. എന്നിട്ട് സുമിത്രയോട് ബാലേന്ദ്രൻ ചോദിക്കും, നിങ്ങൾക്ക് എത്ര ശമ്പളം? 20,000. ആഹോ, എത്ര ലീവ്? 4 ലീവ്. ആ ശരി, നിങ്ങൾ ഈ വീട്ടിൽ അടുക്കളപ്പണിയൊക്കെ എടുക്കോ? ഏയ് ഞാൻ അടുക്കളപ്പണിയൊന്നും എടുക്കില്ല എന്നറിയും. ആണോ? മുറ്റമടിക്കൽ, തുടയ്ക്കൽ, റൂം വൃത്തിയാക്കൽ, തുണികൾ കഴുകിടൽ, അയൺ ബോക്സ് തുണി അയൺ ചെയ്യൽ, ഇതൊക്കെ നിങ്ങൾ ചെയ്യോ? ഏയ് ഇതൊന്നും എൻ്റെ പണിയല്ല, ഞാൻ ഹോം നേഴ്സാണ്, ഞാൻ ആ ജോലി മാത്രം ചെയ്യുള്ളൂ. ശരി എന്ന് പറയും. എന്നിട്ട് അലീനൻ്റെ പറയുന്നേ, ഈ പെൺകുട്ടിനെ കണ്ടോ? ഇവളെ പേരാണ് അലീന. ഇവൾക്ക് ശമ്പളം എത്രയെന്നറിയോ? 15,000. ഇവൾക്ക് ലീവ് എത്രയെന്നറിയോ? ലീവില്ല. പിന്നെ ഇവള് മുറ്റടിക്കും, തുണികൾ കഴുകിയിടും, അത് അയൺ ചെയ്ത് മടക്കി കൊണ്ട് വയ്ക്കും, രുചികരമായ ഭക്ഷണം ഉണ്ടാക്കും. ഇപ്പം തന്നെ സുമിത്ര പറഞ്ഞില്ലേ നല്ല ഭക്ഷണമാണെന്ന്. രുചികരമായ ഭക്ഷണം ഉണ്ടാക്കും. എൻ്റെ മക്കളെ സ്വന്തം പിറപ്പുകളെ പോലെ നോക്കും. സുമിത്ര അങ്ങനെ ചെയ്യോ എന്ന് ചോദിക്കും. ഏയ് ഞാനൊരു പണി കൊടുക്കില്ല എന്ന് പറയും. അത് ശരിയാന്ന് പറയും. എന്നിട്ട് രോഹിത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും, നിനക്കൊരു സുമിത്രയുടെ സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും, സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. രോഹിത് ഒന്നും മിണ്ടില്ല. വീണ്ടും വരും. രോഹിത് മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് പറയും. വേണ്ട, എനിക്ക് ആവശ്യമില്ല എന്ന് പറയും. ബബിതയ്ക്കോ എന്ന് ചോദിക്കും. ഏയ് എനിക്കും ആവശ്യമില്ല എന്ന് പറയും. ഒരു പണിയെടുക്കാത്ത ആളെ പിന്നെ ആർക്കും വേണ്ടല്ലോ. അപ്പം തന്നെ അലീനയുടെ സേവനം നിനക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും രോഹിത്തിനോട്.
അപ്പോൾ വൈജയന്തി വേഗം കണ്ണുകൊണ്ട് കാണിക്കുന്ന മോനോട് ഇല്ല എന്ന് പറയാൻ. പക്ഷേ നമ്മുടെ രോഹിത് എടുത്ത വഴിക്ക് പറയുന്നു എനിക്കാവശ്യമില്ല ഇല്ല അലീനയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയും. ബബിക്കോ എനിക്കും ആവശ്യമുണ്ടെന്ന് പറയും. അങ്ങനെ വൈജയന്തി ആകെ തളർന്നു പോകും. വൈജയന്തിയോട് ചോദിക്കും നിനക്ക് അലീനയുടെ സഹായം ആവശ്യമുണ്ടോ? മാന്യമായ മറുപടി ആയിരിക്കണം പറയണ്ടേന്ന് പറയും. എനിക്കൊരു തിരെ സഹായം ആവശ്യമില്ല, എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് പറയും. എന്നാൽ ശരി അലീന, ഇന്ന് മുതൽ ബാലേന്ദ്രൻ പറയുന്നു നീ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും വൈജയന്തിക്ക് കൊടുത്തു പോകരുത്. വൈജയന്തിയുടേതായ ഒരു കാര്യങ്ങളും നീ ചെയ്തും പോകരുത്, മനസ്സിലായല്ലോ എന്ന് പറയും. അമ്മയ്ക്ക് ഈ പുതിയ ഹോം നേഴ്സിൻ്റെ സേവനം ആവശ്യം ഉണ്ടാവുമോ എന്ന് ചോദിക്കും. അമ്മയ്ക്ക് സേവനം ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അമ്മേന് പറയേണ്ടത്, അല്ലാണ്ട് ബാലേന്ദ്രനല്ല എന്നെടുത്ത വഴിക്ക് വൈജയന്തി പറയും. ശരി, നിൻ്റെ അമ്മയ്ക്ക് ഈ സുമിത്രയുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സേവിച്ചോളണം, അല്ലാണ്ട് ഇത് എൻ്റെ വീട്ടിൽ പറ്റില്ല എന്ന് പറയും. അങ്ങനെ വൈജയന്തി വീണ്ടും ഷോക്കാവണം. അങ്ങനെ ബാലചന്ദ്രൻ എന്നോട് ഹോം നേഴ്സ് പറയും ഇത് നല്ല കൂത്ത്, ഇങ്ങനത്തെ വീട്ടിലേക്ക് ഞാൻ വരില്ല, പണുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചു. സുമിത്രയുടെ മുഖത്ത് ആട്ടിക്കൊണ്ട് ബാഗൊക്കെ എടുത്ത് വേഗം സ്ഥലം വിടുന്നു. എന്നിട്ട് അലീനോട് പറയുന്നു ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറയാൻ ഒരു തുള്ളി വെള്ളം പോലും നീ വൈജയന്തിക്ക് കൊടുക്കരുതെന്ന് പറയുന്നു. എനിക്ക് ആരുടെ സഹായം വേണ്ട, എനിക്കറിയാം ഭക്ഷണം കഴിക്കാനും വയ്ക്കാനൊക്കെ. ഞാൻ ഈ വീട്ടിൽ ആരാ, എനിക്കൊരു അധികാരമില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. നിനക്കൊരു അധികാരവും ഇല്ല, നിൻ്റെ അധികാരങ്ങളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു, മനസ്സിലായല്ല? ഇനി നിനക്കൊരു അധികാരമില്ലടി, ഞാനേ പഴയ ബാലചന്ദ്രനല്ല എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരോടും കൂടി ഞാൻ ഈ പറയണേ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഒരു മാസമായി മുകളിലേക്ക് കയറി പോകും. അലീന ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കണേ, എന്ത് ചെയ്യുന്നറിയാണ്ട്. വൈജയന്തിയും വല്ലാണ്ടായിട്ടിരിക്കുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ കിടക്കണ്. അപ്പോൾ അവിടേക്ക് വൈജയന്തി കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്തിനാ ബെല്ലടിച്ചതെന്ന് ചോദിക്കും. അത് ബെല്ലടിച്ച ആൾ വരുമ്പോൾ പറഞ്ഞോളാന്ന് പറയും. അതെന്നെ എന്നോട് പറഞ്ഞാൽ എന്ന് പറയും. അത് ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടെന്ന് പറയും. നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ അത് പറയും ബാലേന്ദ്ര, ഞാൻ കൊണ്ടുതരാം, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. എന്താ എന്നെ കൊണ്ട് പറ്റാത്ത, എന്താണെന്ന് പറഞ്ഞാലല്ലേ അറിയാന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറയും. എന്നിട്ട് എന്നാൽ അവളിങ്ങോട്ട് വരട്ടെ, അവൾ വന്നിട്ട് അവളോട് പറയട്ടെ എന്താണ് രണ്ടിലൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമുള്ളെന്ന് പറയും. നീ അവിടെ തിന്നോന്ന് പറയും. ബാലേന്ദ്രൻ വീണ്ടും കുറേ ബെല്ലടിക്കും. അപ്പോൾ അലീന കയറി വരും. എന്താ സാർ വിളിച്ചത്? എനിക്ക് കുക്കമ്പർ സലാഡ് വേണമെന്ന് പറയും. അത് എന്നോട് പറഞ്ഞൂടാ, ഞാൻ ഉണ്ടാക്കി തരില്ല കുക്കമ്പർ സലാഡ്, നീ ഒരു സലാഡ് ഉണ്ടാക്കണ്ടടി, ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ടെന്ന് പറയും. നീ കുക്കമ്പർ സലാഡായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റ് എടുത്തിട്ട് നിൻ്റെ മോന്തയ്ക്ക് ഞാൻ അടിക്കും. പറയുന്നത് ബാലേന്ദ്രനാണ്. നീ ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് കുക്കമ്പർ സലാഡ് ഉണ്ടാക്കി കൊണ്ടുവാടി എന്ന് പറയുന്നു. അങ്ങനെ വൈജയന്തി വീണ്ടും അലീനയുടെ മുന്നിൽ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കണ്. എന്ത് ചെയ്യും, ആകെ നാണം കെട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കണ്. നമ്മുടെ അലീനും അങ്ങനെ തന്നെയാണ്. കുക്കുംബർ സലാഡ് ഉണ്ടാക്കണോ പോകണോ വേണ്ടേ മാഡത്തിൻ്റെ മുന്നിൽ നിന്ന് ആകെ ഈ രണ്ട് പേരുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ വെട്ടി വയർക്കണ അലീനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.